ഹായ് ഹലോ എല്ലാവർക്കും സേതുസ് ടാരോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ അറിയിക്കണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാർഡ് റീഡിങ്ങിലേക്ക് പോകാം. നമുക്ക് ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് യൂണിവേഴ്സ് തരുന്ന എനർജി എന്താണ്, നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണെന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് എന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക, എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ഒന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് കിങ് ഓഫ് സോഡാണ് കിട്ടിയേക്കുന്നത്. അടുത്ത കാർഡ് നമുക്ക് 8 ഓഫ് സോഡാണ് കിട്ടിയേക്കുന്നത്. അടുത്തത് എന്ന് പറയുന്നത് പേജ് ഓഫ് വാണ്ടാണ് കിട്ടിയേക്കുന്നത്. അടുത്തത് നമുക്ക് വേൾഡ് കാർഡാണ് കിട്ടിയേക്കുന്നത്. നമുക്ക് കിട്ടിയേക്കുന്നത്. നമുക്കിനി ബോട്ടം ഓഫ് ദ ഒരു ഡെക്ക് കൂടി എടുക്കാം. അത് കിട്ടിയേക്കുന്നത് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ റീഡിങ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയേക്കുന്നത് കിങ് ഓഫ് സോഡാണ് കിട്ടിയേക്കുന്നത്. അതായത് വളരെയധികം കാർക്കശ്യ സ്വഭാവമായിരിക്കും നിങ്ങൾക്കിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാകണമെങ്കിൽ മാത്രമേ നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. വീട്ടിലെ കാര്യങ്ങളായാലും ഓഫീസിലെ ആയാലും എവിടുത്തെ ആയാലും നിങ്ങൾക്കിന്നൊരു മെൻ്റൽ ക്ലാരിറ്റി വേണം. ഇല്ലാതെ നിങ്ങൾ ചെയ്യത്തില്ല. തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. പല കാര്യങ്ങളിലും നമ്മളോട് നമ്മുടെ ബോസ്സാകാം, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലാകാം, മുതിർന്നവരാകാം, നമ്മൾ ഇടപെടുന്നവരായാലും ആരായാലും നമുക്ക് അവർക്കൊരു ക്ലാരിറ്റി വേണം. നമ്മൾ ഒരാളോട് പൈസ കടം ചോദിക്കുകയാണെങ്കിൽ പോലും അതിനുള്ളൊരു ക്ലാരിറ്റി അവർക്ക് കിട്ടണം. എങ്കിൽ മാത്രമേ അവർ നമുക്ക് പൈസ കടം തരികയുള്ളൂ. അങ്ങനെയുള്ള ഒരു കാർക്കശ്യ സ്വഭാവം ഇന്ന് പലർക്കും ഉണ്ടാകാം. പലരും ചോദിക്കാൻ ചെല്ലുന്ന കാര്യങ്ങളിൽ അവർക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവർ നമുക്ക് കാര്യങ്ങൾ സാധിച്ചു തരികയുള്ളൂ. അതുപോലെ ഇപ്പം ഇന്ന് ഒരു റിലേഷനിലായാലും അല്ലെങ്കിൽ വീട്ടിൽ കുടുംബത്തിലായാൽ പോലും നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ആ ആവശ്യമായിട്ട് മറ്റൊരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർക്കൊരു മൈൻഡിൽ ഒരു ക്ലിയർനെസ് ഉണ്ടാകണം. ഇല്ല എങ്കിൽ നിങ്ങളുടെ കാര്യം നടക്കില്ല എന്നുള്ളതാണ് നമുക്കിന്ന് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അപ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം എന്നുകൂടിയാണ് നമുക്കിന്ന് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അടുത്ത കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 8 ഓഫ് സോഡാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളിന്ന് പല കാര്യങ്ങളിലും കണ്ടില്ല കേട്ടില്ല എന്നുള്ള മട്ടാലാണ് നിങ്ങളിന്ന് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. അതായത് നിങ്ങൾക്കിപ്പം ഓഫീസിലാണെങ്കിൽ പോലും നേരത്തെ ഉണ്ടായിരുന്ന പല പല പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എല്ലാവരോടും സഹകരിക്കാനോ അല്ലെങ്കിൽ അവരോട് സ്നേഹിക്കാനോ ഇടപെട്ട് പോകാനോ സാധിക്കുന്നില്ല. അപ്പം ഞാൻ എൻ്റെ കാര്യം എന്നുള്ള നിലപാടിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞു. ഞാനിപ്പോൾ എൻ്റെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ, എനിക്ക് എൻ്റെ കാര്യം അറിഞ്ഞാൽ മതി, എൻ്റെ ജോലി ഞാൻ ചെയ്താൽ മതി എന്നുള്ളൊരു രീതിയിലാണ് നിങ്ങളിരിക്കുന്നത്. നിങ്ങൾ കണ്ണ് കെട്ടിയിരിക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷേ എങ്കിൽ പോലും കയ്യും കെട്ടിയിരിക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷേ നിങ്ങളുടെ കണ്ണും കയ്യും കെട്ടിയത് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലുള്ളവരോ നിങ്ങൾ സഹകരിക്കുന്നവരിലോ ആരോ ഒരാളാണ്. അപ്പം അതുപോലെ തന്നെ നിങ്ങളെ ഒരു വലയത്തിനുള്ളിൽ അല്ലെങ്കിൽ നിങ്ങളെ കുറേ ഒരു വാളുകൾക്ക് നടുവിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഏത് ഭാഗത്ത് നിന്നാണ് നമുക്ക് കുത്തേൽക്കാൻ സാധ്യതയുള്ളത് എന്ന ചിന്തയിലാണ് നമ്മളിപ്പോൾ കണ്ണും കെട്ടി കയ്യും കെട്ടിയിരിക്കുന്ന ഒരവസ്ഥ. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും ഇന്നത്തെ ദിവസം. എങ്കിൽ പോലും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് വിശാലമായ വഴികളുണ്ട്. നമ്മളുടെ കണ്ണും കയ്യും മാത്രമേ അവർ കെട്ടിയിട്ടുള്ളൂ. നമ്മളുടെ കാലുകൾ എങ്ങനെയാണ്? വിശാലമാണ്. കാലുകൾ കെട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് കാലുണ്ട് നടന്നു പോകാനായിട്ടല്ലേ. അപ്പോൾ നമ്മളുടെ കാലുകൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വിശാലമായ ലോകത്തിലേക്ക് ചെല്ലണം. മറ്റൊരാൾ നമ്മളെ കണ്ണ് കെട്ടുവോ കൈ കെട്ടുവോ അല്ലെങ്കിൽ നമ്മളെ അടക്കിയിരുത്താൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് നടക്കില്ല. കാരണം എന്താണ്? നമ്മുടെ കാലുകളുണ്ട്. നമ്മുടെ കാലുകൾ ആരും ചങ്ങല ഇട്ടിട്ടില്ല. അപ്പം നമ്മുടെ ലോകം വിശാലമാണ്. ഒരാളെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ പേടിച്ചിട്ടോ നമുക്ക് ജീവിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് മുമ്പിൽ ഒരുപാട് സാധ്യതകളാണ് തുറന്നു കാണുന്നത്. ഒരുപാട് അവസരങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ ആ അവസരങ്ങളിലേക്കാണ് നമ്മൾ പോകേണ്ടത്.
നമ്മളെ വീട്ടിൽ ഒരാൾ അടച്ചിടാനോ അല്ലെങ്കിൽ അച്ചടക്കത്തോടെ വളർത്താനോ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മൾ കേൾക്കും. അതിൽ കൂടുതലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് കളഞ്ഞിട്ട് പോകും. അത് നമ്മുടെ ഓഫീസിലായാലും അതെ, നമ്മുടെ ജോലി സ്ഥലത്തായാലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലായാലും അങ്ങനെയാണ്, നമ്മുടെ റിലേഷനിലായാലും അങ്ങനെയാണ്. നമ്മളെ ഒരാൾ അവരോടൊപ്പം തന്നെ തളച്ചിടാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നിൽക്കത്തില്ല. കാരണം നമുക്ക് തീരുമാനങ്ങളുണ്ട്, ആശയങ്ങളുണ്ട്, പല പല കാര്യങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ നമ്മളൊരു മനുഷ്യജീവിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മുന്നിൽ ഒരുപാട് സാധ്യതകളും അവസരങ്ങളും ഉള്ളതുകൊണ്ട് നമ്മൾ ആർക്കും ആരുടെയും അടിമയല്ല എന്നുള്ളതാണ് നമുക്കിന്ന് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, പക്ഷെ ആർക്കും ആരുടെയും അടിമയാകരുത് എന്നുള്ളത് കൂടിയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഓക്കെ, അടുത്ത കാർഡ് നമുക്ക് കിട്ടിയേക്കുന്നതെന്ന് പറയുന്നത് പേജ് ഓഫ് വാണ്ടാണ് കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങൾ ഒരു കാര്യത്തിൽ മാത്രമാണെന്ന് ശ്രദ്ധിച്ച് നിൽക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. എനിക്ക് എപ്പോഴാണ് പോകാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എൻ്റെ കാര്യം എപ്പോഴാണ് നടക്കുന്നത്, എൻ്റെ അവസരം എപ്പോഴാണ് വരുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങളിങ്ങനെ നിൽക്കുകയാണ്. ഒന്നിൽ തന്നെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഒരു പക്ഷേ അത് ഒരു പൈസയിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു വഴക്കായിരിക്കാം. നിങ്ങൾ ആരുമായിട്ടെങ്കിലും ഒരു വഴക്കുണ്ടായി കാണും, അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ വഴക്കിനെ കുറിച്ചും അതെങ്ങനെയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ എങ്ങനെ വഴക്കുണ്ടാക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ചിന്തയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല, നമുക്കപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പല കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ മൈൻഡിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും ഒരു പ്രശ്നങ്ങളിലേക്ക് നമ്മളായിട്ട് അറിഞ്ഞ് ചാടരുത് എന്നുള്ളതാണ് നമുക്കിന്ന് യൂണിവേഴ്സ് കാണിച്ചു തരുന്ന എനർജി എന്ന് പറയുന്നത്. അടുത്ത കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയേക്കുന്നത് വേൾഡ് കാർഡാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ വേൾഡ് കാർഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡ് കൂടിയാണ്. നമ്മുടെ പല പ്രശ്നങ്ങളും തീരുമാനമാകുന്നൊരു കാർഡ് കൂടിയാണ് വേൾഡ് കാർഡ് എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർ നമ്മളെ ഇന്ന് ശ്രദ്ധിക്കുന്ന ഒരു ദിവസമാണ്. ഒരുപാട് ആൾക്കാർ നമ്മളെ ഇന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട്, ഓഫീസിലായാലും ശ്രദ്ധിക്കുന്നുണ്ട്, വീട്ടിലായാലും ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളെ അറിയാവുന്നവരെല്ലാം നമ്മളെ ഇന്ന് ശ്രദ്ധിച്ച് നമ്മളെ വാച്ച് ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത്. ഒരു പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളിലേക്ക് പോയി ചാടാനായിട്ടുള്ള സാധ്യത ഉണ്ട് എങ്കിൽ ആ പ്രശ്നത്തെ ഉറ്റുനോക്കിക്കൊണ്ട് മറ്റുള്ളവർ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ അപ്പുറത്ത് വീട്ടിലുള്ളവരോട് വഴക്കുണ്ടാക്കാനാണ് ഇന്ന് സാധ്യത കാണുന്നതെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ വീക്ഷിക്കുന്നുണ്ട്. എപ്പോഴാണ് അവർ തമ്മിലുള്ള വഴക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്, അല്ലെങ്കിൽ കുടുംബത്തിലാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നതെങ്കിൽ അതിനെ നോക്കിക്കാണുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ ഓഫീസിലാണെങ്കിൽ പോലും നിങ്ങളുടെ അതോറിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ബോസ് നിങ്ങളെ ഇന്ന് വാച്ച് ചെയ്യാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സമയം ഇന്ന് കാണുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിന്ന് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, നിങ്ങൾ പല കാര്യങ്ങളിലും ഇന്ന് ശ്രദ്ധിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം ജോലിക്കാര്യമായാലും കുടുംബകാര്യമാണെങ്കിലും മറ്റുള്ള എന്ത് കാര്യങ്ങളായാലും നിങ്ങളിന്ന് പലതിന് ഒരേ തുല്യത കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഒരേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം എന്നുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ട്. അതുപോലെ നിങ്ങളുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ മാത്രമല്ല, പല കാര്യത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ പോകുന്നത്. നിങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അടുത്ത കാർഡ് നമുക്ക് കിട്ടിയത് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് വളരെയധികം പൈസ വരുന്നൊരു ദിവസമാണ്, സമൃദ്ധിയുടെ ഒരു ദിവസം കൂടിയാണ്. നിങ്ങൾക്കിന്ന് നല്ല സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകുന്നൊരു ദിവസം കൂടിയാണ്. അതായത് നിങ്ങളിന്നൊരു രാജാവിന് സമാനമായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് സമൃദ്ധിയുടെ നടുവിൽ, ഒരുപാട് പൈസയുടെ നടുവിൽ, ഒരുപാട് സമ്പത്തിൻ്റെ നടുവിൽ വളരെയധികം അബണ്ടൻസാണ് നിങ്ങൾക്കിന്ന്, സമൃദ്ധിയാണ് വരാൻ പോകുന്നത്. പൈസ ഇന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നവരായാലും, പൈസ ഇന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരായാലും, ആരോടെങ്കിലും നമ്മൾ ചോദിച്ചിട്ടുള്ള പൈസയാണെങ്കിൽ പോലും നമുക്കിന്ന് കിട്ടുന്ന ഒരു ദിവസമാണ് എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതായത് പൈസയ്ക്ക് വളരെയധികം മൂല്യമുള്ളതായിട്ടാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ പൈസയുടെ ഒരു അധിപനായിട്ടിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ എനർജി എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. എല്ലാവർക്കും പൈസയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇന്ന് തീർച്ചയായിട്ടും നിങ്ങളുടെ വഴികളിലേക്ക് എത്തും. നിങ്ങൾ ചോദിച്ചിട്ടുള്ളവരാണെങ്കിൽ പോലും, കടമായിട്ട് നിങ്ങളെ പൈസ ചോദിച്ചിട്ടുള്ളവരാണെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾക്കിന്ന് പൈസ കൊണ്ടുതരാനായിട്ടുള്ളൊരു സാധ്യത കൂടിയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിന്ന് കാർഡ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, റീഡിങ് നിങ്ങളുടെ ജീവിതവുമായിട്ട്, ഇന്നത്തെ എനർജിയുമായിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും DM ചെയ്യുക. അതുപോലെ തന്നെ ഒരു സന്തോഷ വാർത്ത കൂടി നിങ്ങളോട് അറിയിക്കാനുണ്ട്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കുറച്ച് ആളുകൾക്ക് എനിക്ക് റീഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മൾ 1K ഫാമിലി ആയ സ്ഥിതിക്ക് നമ്മളൊരു
ഫ്രീ ആയിട്ട് അവരുടെ കാര്യങ്ങൾ സംസാരിച്ച് അവർക്ക് ഒരു സമാധാനം കിട്ടുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എനർജി ആയിരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് 100% നിങ്ങളുടെ ഒരു എഫേർട്ട് എടുക്കാൻ കഴിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകട്ടെ. ആരും കണ്ണ് കെട്ടി നിൽക്കണ്ട, കൈ കെട്ടി നിൽക്കണ്ട. നമ്മൾ വിശാലമായ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് നമ്മളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ലോകത്ത്, വിശാലമായ ലോകത്ത് നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് ഉഷാറായിട്ട് കഴിയാൻ നിങ്ങളെ യൂണിവേഴ്സ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.